ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം 5:15, കറക്റ്റ് 5:15 5 മണിക്ക് എണീറ്റു. 5:30 കഴിയുമ്പോൾ എനിക്ക് ജിമ്മിലെത്തണം. ഇപ്പോൾ തന്നെ 5:15. പിന്നെ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. നമ്മൾ 2-3 പേര് മാത്രമേ രാവിലെ കാണത്തുള്ളൂ. പിന്നെ കുറച്ചൊരു 6:30 കഴിയുമ്പോഴത്തേക്കും കുറേശ്ശെ എല്ലാവരും വന്ന് തുടങ്ങും. പെട്ടെന്ന് ഒരുങ്ങണം. ഞങ്ങൾക്ക് റെഡി ആയിട്ട് വരാം. ഡ്രസ്സ് ഇട്ടു. ഇനി എനിക്ക് ഹെയർ സെറ്റ് ചെയ്യാനുണ്ട്. വാഷ് ചെയ്യണം ഫേസ്. ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം ഗൈസ്. എനിക്കിനി ഹെയറും കൂടെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഹെയർ ചെയ്യുന്നത് ഫ്രഞ്ച് ബ്രൈഡ്സ് ആണ് കെട്ടുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിളാണ്. നമ്മളിപ്പം വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ നടന്ന് ഒലയത്തില്ല. ഫ്രഞ്ച് ബ്രൈഡ്സ് ഞാൻ ഇപ്പം ഈ ഇടയ്ക്കായിട്ടാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ പഠിച്ചത് കേട്ടോ. ഇത് ഞാൻ ഒത്തിരി വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടില്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് മസിലൊക്കെ വന്നില്ലേ ഗൈസ്. ഞാൻ ജിമ്മിൽ പോകുന്നത് ഫസ്റ്റ് ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് തന്നെയാണ്. പ്ലസ് കൈക്കും കാലിലും കുറച്ച് ശക്തി വേണം ഗൈസ്. കുറച്ച് ആൾക്കാർ ഇടിക്കാനുണ്ട്. ജസ്റ്റ് എനിക്കൊരു 6-7 kg കുറയ്ക്കണം. ബിക്കോസ് എൻ്റെ ഹൈറ്റ് ഇപ്പോൾ വരുന്നത് 157 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 62 ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് 62 വേണ്ട. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റിന് അത് ഓവർ വെയ്റ്റാണ്. അപ്പോൾ എനിക്കതൊന്ന് കുറച്ച് ഒരു 55-54 ആ ഒരു റേഞ്ചിൽ എത്തിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ജിമ്മിൽ പോകുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ബോഡി ടോണിങ്ങും അതുപോലെ സ്ട്രെങ്ത്തിനും വേണ്ടിയിട്ടാണ്. ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത് വേറൊരു സാധനം എൻ്റെ ലൈഫിൽ ചെയ്തിട്ടില്ല സത്യം. ആദ്യത്തെ ഒരു 2 ദിവസം ഭയങ്കര സീനായിരുന്നു എനിക്ക്. അതായത് ഞാൻ ഹോം വർക്കൗട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ജിം വർക്കൗട്ട് എന്ന് പറയുന്നത് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഹോം വർക്കൗട്ട്. സോ അതുകൊണ്ട് തന്നെ ഐ എം എൻജോയിങ് ദ പ്രോസസ്. ഐ നീഡ് ടു. സോ ഇതാണ് എൻ്റെ ഫ്രഞ്ച് ബ്രൈഡ്സുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ നിങ്ങളൊന്നും പറയരുത്. ഞാൻ ഇങ്ങനെ നിന്നിട്ടൊരു ജിമ്മെത്തിയെ പോലെയുണ്ട്. ഓക്കെ, ഇതൊക്കെ മതി. നമ്മുടെ സൗന്ദര്യമല്ല ഇവിടെ പ്രധാനം. നമ്മുടെ മുടി ഒന്ന് ഒതുങ്ങിയിരിക്കണം. ജിമ്മിൽ നിന്ന് തിരിച്ചു വരുമ്പോഴുള്ള എൻ്റെ റൂട്ടീനുമാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. വലിയ ആധികാരികമായിട്ടൊന്നുമില്ല. എൻ്റെ എല്ലാ ദിവസത്തെയും ഞാൻ എന്താണ് രാവിലെ ചെയ്യാറുള്ളത്, രാവിലെ ജിമ്മിൽ പോകുന്നതിന് മുമ്പും ജിമ്മിൽ നിന്ന് വന്നതിന് ശേഷവും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് ലെഗ് ഡേയുടെ അന്ന് ഞാൻ റിയലൈസ് ചെയ്തൊരു സത്യം, ഞാനൊരു 500 ml ഒരു കുപ്പിയിലാണ് വെള്ളം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്കന്നത് മനസ്സിലായി, ലെഗ് ഡേയുടെ അന്ന് യു വിൽ നീഡ് ലോഡ് ഓഫ് വാട്ടർ. ഞാൻ ഓരോ സെറ്റ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം മോർ ദാൻ എനി അതർ വർക്കൗട്ട്സ്, ആപ്സോ ചെസ്റ്റോ ബാക്കോ, അതിനേക്കാളും വെള്ളം നമുക്ക് ലെഗ് ഡേയുടെ അന്ന് ആവശ്യം വരും. സോ അത് ഞാൻ പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുന്നത്. ഇന്ന് ഞാൻ കുറച്ചുകൂടെ വലിയ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്ന് തീരുമാനിച്ചു. ഓൾസോ ഇഷ്ടംപോലെ വെള്ളം കുടിച്ചിട്ട് പോവാം. ഞാൻ ഒന്നും കഴിക്കുന്നില്ല, കാരണം എനിക്ക് രാവിലെ കഴിക്കുന്നത് ഭയങ്കര സീനാണ്. പറ്റുന്നില്ല. ഇതുവരെ എനിക്ക് സീനൊന്നും ഉണ്ടായിരുന്നില്ല. കഴിക്കാതെ പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും. ചിലർക്കൊക്കെ ബോഡി ഭയങ്കര വീക്കാവും. വർക്കൗട്ടിന് മുമ്പ് ചിലരോട് കോഫി, എഗ് വൈറ്റൊക്കെ കഴിച്ചിട്ട് വരാൻ പറയും. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ എഗ് വൈറ്റ് കഴിക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് രാവിലെ ആയതുകൊണ്ട് അത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്കതിൻ്റെ സ്മെല്ല്, ഞാൻ ചിലപ്പോൾ വണ്ടിയിൽ പോകുന്ന വഴിക്ക് ഛർദ്ദിക്കും. ഓക്കെ ഗൈസ്, ഇനി ഞാൻ ലേറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് തിരിച്ച് വരാൻ പറ്റത്തില്ല. കാരണം ലെഗ് ആയതുകൊണ്ട് തന്നെ നല്ല സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. തിരിച്ച് വരാൻ എന്തായാലും ഒരു 8 മണി ആ ടൈം ആവും. എന്നാലും ഞാൻ പോയിട്ട് വരാം. ആൻഡ് വൺ മോർ തിങ്, ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ജിമ്മിൽ കൊണ്ടുവന്നതെന്ന് കാണിച്ചു തരാം.
സോ ഒരു ടവൽ വേണം. ടവൽ ഈസ് മസ്റ്റ്. ബിക്കോസ് നമ്മളെ എക്യുപ്മെൻറ്റ്സൊക്കെ യൂസ് ചെയ്യുമ്പം ഈ ടവൽ നമ്മൾ വിരിച്ചിട്ടാണ് അതിൽ ഇരിക്കുന്നതും ചെയ്യുന്നതൊക്കെ. നമ്മുടെ വിയർപ്പൊക്കെ അതിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഷൂസ് ആൻഡ് ഇത് ശരിക്കും 500 ml തന്നെ ആണോ? പക്ഷെ ഇതിനകത്ത് ക്വാണ്ടിറ്റി ഉണ്ടാവും. 500 ml ഇല്ലയെന്ന് തോന്നുന്നു. എന്തായാലും ഇതിലാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വെള്ളം. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു ബോട്ടിലാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഒരുപാട് വെള്ളം എനിക്ക് ആവശ്യം വരും. അത്രേ ഉള്ളൂ. പിന്നെ മൊബൈൽ ഇതൊക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് വരാം ഗൈസ്. ബൈ ബൈ. ഹലോ ഗൈസ്, അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. എനിക്ക് കാലുറയ്ക്കുന്നില്ല, തറയിൽ കുത്താൻ പറ്റണില്ല, അങ്ങനെ ഇരിക്കുന്നു. ഇതാറ് പാല് മേടിച്ചു. വരുന്ന വഴിക്ക് ഉമ്മ വിളിച്ചു പറഞ്ഞു ഇവിടെ പാലില്ല, ഒരു പാല് മേടിച്ചുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി. ഇവിടെയൊന്നും ഇല്ല, കടകളൊന്നും തുറന്നിട്ടില്ല, 8 മണി ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ അങ്ങ് പോയി പാല് മേടിച്ചു. തലയൊക്കെ ഒരു പരുവായി. ഹെൽമെറ്റ് വെച്ചിട്ടാന്ന് തോന്നുന്നു. ഞാനിന്ന് 1 ലിറ്ററിൻ്റെ വെള്ളം ഒരു കുപ്പിയാണ് കൊണ്ടുപോയത്. പക്ഷെ അതുപോലും തികഞ്ഞില്ല. എന്നോട് അങ്ങനെ ട്രെയിനർ പറഞ്ഞു ഒരു 2-3 ലിറ്ററിൻ്റെ ഒരു വലിയ കുപ്പി മേടിച്ചുകൊണ്ട് വരാൻ. പ്രത്യേകിച്ച് ലെഗിൻ്റെ അന്നും കീളി പോകട്ടെ ലെഗ്. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് കുളിക്കണം. കുളിച്ചൊന്ന് ഫ്രഷ് ആകുമ്പം ഈ ഒരു കിക്ക് അങ്ങ് മാറും. അടുത്ത ചടങ്ങെന്ന് പറഞ്ഞാൽ കൈ ഇരിക്കുന്ന ഈ പാണ്ടക്കെട്ട് എല്ലാം കഴുകണം. അപ്പം നമ്മൾ ഞാൻ ഇവിടെ ഇട്ടാണ് കഴുകുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അലക്കുകൾ. ആ പടിയുണ്ട, അവിടെ ഇട്ടാണ് നമ്മൾ അലക്കുന്നത്. അപ്പം നമ്മളവിടെ കുത്തിയിരിക്കണം. ഞാൻ അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്, എങ്ങനെ അവിടെ കുത്തിയിരിക്കുമെന്നാണ്. എൻ്റെ കാല് മടക്കാൻ പോലും പറ്റണില്ല. ഈ സ്റ്റെപ്പ് എങ്ങനെ ഇറങ്ങുമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അവിടെ എങ്ങനെ കുത്തിയിരുന്ന് കഴുകുമെന്നും ഞാൻ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, സെറ്റാക്കാം. നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇറങ്ങി ഇതങ്ങ് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. എങ്കിലും എനിക്ക് നാളെ രാവിലെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞ് മഴ വല്ലതും പെയ്ത് കഴിഞ്ഞാൽ ചടങ്ങാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകിയിടാം ഗൈസ്. ബാക്കിലായിട്ട്, അതായത് അടുക്കളയുടെ ആ ഒരു വശത്ത്, നമ്മുടെ കിണർ നിൽക്കുന്ന ആ ഒരു വശത്ത് ഒരു അലക്കല്ല് ഉണ്ടായിരുന്നു. പക്ഷെ ആ സാധനം കാട്ടിൻ്റെ ഇടയിലായിരുന്നു. ഈ ഇവിടുത്തെ ഓണർ വന്നിട്ട് ഇവിടെ ഫുള്ള് ഈ വാഴയൊക്കെ വെക്കാനായിട്ട്, വാഴയും മഞ്ഞൾ അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഫുള്ള് JCB വെച്ച് ഇടിച്ച് കുത്തിക്കോരിയെല്ലാം ഇട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ പറയുന്ന അലക്കല്ലും പോയി. അല്ലെങ്കിലും ഞങ്ങൾ അവിടെ അലക്കത്തില്ലായിരുന്നു. ഇത് തന്നെയാണ് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ തന്നെയാണ് അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പണ്ടേ അലക്കാൻ ഭയങ്കര മെഡിക്കുകയാണ് കേട്ടോ. കുഞ്ഞായിരുന്നപ്പോഴേ എനിക്ക് ഇങ്ങനെ ഇത് പതപ്പിച്ച് തേക്കണം കാണുമ്പം പണ്ട് ഉമ്മ ഇങ്ങനെ കഴുകണം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അന്നേ ഞാൻ ചെറിയ ചെറിയ തുണികളൊക്കെ ഇങ്ങനെ ഇട്ടാക്കും. പക്ഷേ എനിക്കങ്ങനെ കഴുകാൻ അത്ര വലിയ ഇഷ്ടമുള്ള ആളല്ല. പിന്നെ ഇത് ഗതികേട് കൊണ്ടാണ്. നാളെ രാവിലെ ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ നമ്മളിതിപ്പോൾ കഴുകിയിട്ടേ പറ്റും. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ഇപ്പോൾ കുറച്ച് ആളായിട്ട് എന്ത് ചിട്ടയായ ജീവിതമെന്ന് അറിയാം. രാവിലെ എണീക്കുന്നു. ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ. പ്രത്യേകിച്ച് ഈ 5-4:30 മണിക്കൊക്കെ എണീക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ നാളായിട്ട് രാവിലെ എണീക്കുക, ജിമ്മിൽ പോവുക, തിരിച്ചു വരിക, തുണി അലക്കുക, അത്യാവശ്യം നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക, പഠിക്കുക, എഡിറ്റ് ചെയ്യുക. ഞാൻ ആഗ്രഹിച്ച ജീവിതം. ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ ബോഡി പെയിനൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ശരീരത്തിന് നല്ല പെയിൻ കിട്ടുമ്പോൾ, ഐ മീൻ വർക്കൗട്ടൊക്കെ ചെയ്ത് നമ്മുടെ ബോഡി ഇങ്ങനെ അനങ്ങാൻ പറ്റാതിരിക്കുമല്ലോ, ഈ ഒരു പെയിൻ ശരിക്കും നല്ലതാണ് കേട്ടോ. വേറെ ഒരു പെയിൻ നമ്മുടെ മെൻ്റലി നമ്മളെ തളർത്തുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചിന്തിക്കില്ല. നമ്മളതിനെക്കുറിച്ച് അത് ആലോചിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടത്തില്ല. കാരണം അതിനേക്കാളും ബോഡി തളർന്ന് ക്ഷീണിച്ച് പഞ്ചറായിരിക്കുകയായിരിക്കും. ആ പരിപാടി അങ്ങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഞാൻ വന്നപ്പോൾ
ഒരു കപ്പ് വെള്ളം കുടിച്ചു, നല്ലപോലെ കുടിച്ചു. കാരണം ഞാൻ കൊണ്ടുപോയ വെള്ളം പോലും എനിക്ക് തികയാതെ വന്നു. സോ രാവിലെ വർക്കൗട്ടിന് പോകുന്നതിന് മുമ്പ് ഞാൻ 1 കപ്പ് വെള്ളം കുടിച്ചു. അവിടെ പോയിട്ട് ഞാൻ 1 ലിറ്റർ വെള്ളം കുടിച്ചു. ഇവിടെ വന്നിട്ട് ഞാൻ വീണ്ടും 1 കപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ഗ്ലാസ് വെള്ളം കൊള്ളും. യെസ്, 2 ഗ്ലാസ് കൊള്ളും. സോ ഒരുപാട് വെള്ളം കുടിച്ചു ഗൈസ്. ഇനിയും വെള്ളം കുടിക്കണം, എനിക്ക് നല്ലപോലെ ദാഹിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് ഞാൻ കഴിക്കാൻ പോകും. ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഉറപ്പായിട്ട് ഉമ്മ എനിക്ക് മുട്ട അവിച്ച് വെച്ചിട്ടുണ്ടാകും. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ഒരു മുട്ട. അതിന് മുമ്പ് ഞാൻ ഒരു പഴം കഴിക്കും ഗൈസ്. എനിക്ക് വേണ്ടിയിട്ടാണ് ഈ റോബസ്റ്റ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പൂച്ചയ്ക്ക് കൊടുക്കുന്ന ഫുഡാണ്. അവ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോറ് കഴിക്കും. അപ്പോൾ പഴം, ഒരു റോബസ്റ്റ പഴമാണ് കഴിക്കാൻ പോകുന്നത്. നിങ്ങൾ വണ്ണം വയ്ക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഏത്തപ്പഴം കഴിക്കുക രാവിലെ. അല്ല ഇനി വണ്ണം കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു റോബസ്റ്റ കഴിക്കാം. എൻ്റെ പണ്ടേ ഫേവറേറ്റ് ആയിട്ടുള്ള പഴമാണ്. എനിക്ക് പണ്ട് ഈ ഏത്തപ്പഴം ഇഷ്ടമല്ല. ഏത്തപ്പഴം അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ അവിച്ചാൽ പുഴുങ്ങി കഴിക്കുമല്ലോ. പുഴുങ്ങിയാൽ ചിലപ്പോൾ 1ൻ്റെ പകുതിയോ ഒക്കെ കഴിക്കും. ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ് ഐ എം ഹാവിങ് ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ അപ്പം. ഓക്കെ, പിന്നെ കുറേ കടല, പ്രോട്ടീൻ പ്ലസ് ഒരു മുട്ട. ഇതാണ് എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. നമ്മുടെ മുട്ടയിൽ വരുന്നത് 4 grams ഓഫ് പ്രോട്ടീനാണ്. അപ്പോൾ പ്ലസ് കടലയിൽ നിന്നുള്ള പ്രോട്ടീനും. അപ്പം ഞാൻ മാക്സിമം ചെറുതെടുത്തത് അരി മാക്സിമം ഒഴിവാക്കാനാണ്. യെസ്, സോ ഇത്രയും കടല കഴിക്കണം. കടല എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം വേണ്ടത് 100-something grams പ്രോട്ടീനാണ്. സി, എനിക്ക് ഇപ്പോൾ വെറും കിട്ടിയത് മുട്ടയിൽ നിന്നും 4 ഗ്രാമും പ്ലസ് ഈ കടലിൽ എത്ര ഗ്രാം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഇതുവരെ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടിയിട്ടില്ല. മാക്സിമം പ്രോട്ടീൻ കഴിക്കാം. പ്രോട്ടീനാണ് വേണ്ടത് ഫോർ ദ മസിൽ ഫോർമേഷൻ. നമുക്ക് കുറച്ച് അരി മതി, കുറച്ച് എനർജിക്ക് വേണ്ടി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എനിക്ക് കിടക്കണം. കാരണം ഞാൻ ആകെ എൻ്റെ ബോഡി ഫുൾ വീക്കായിട്ടിരിക്കുകയാണ്. ബോഡി മൊത്തം പഞ്ചറായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇനി പോയി കിടക്കും. ഒന്ന് കഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് നടന്നിട്ട് പോയി കിടക്കും. എന്നിട്ട് കുറച്ച് ഒന്ന് ഉറങ്ങും. ഉറങ്ങി എണീറ്റതിന് ശേഷം പഠിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. ജസ്റ്റ് വേക്കപ്പ്, ഗോ ടു ജിം, കം ബാക്ക്, ഹാവ് എ നൈസ് ബ്രേക്ക്ഫാസ്റ്റ്, കുറച്ച് കിടക്കുക, എണീക്കുക, പഠിക്കുക. പിന്നീട് നമുക്ക് പരിപാടിയുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീഡിയോസ് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സന്ധ്യ വരെ ആ പരിപാടിയായിരിക്കും. പിന്നെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ചായും. സമയം കിട്ടുമെങ്കിൽ കുറച്ചൊരു അരമണിക്കൂർ പഠിക്കും. പിന്നെ എൻ്റെ പഠിത്തം നടക്കുന്നത് ഒരു 5:30-6 മണി ഒക്കെ ശേഷമാണ്. അതുവരെ വീഡിയോ എഡിറ്റിങ്ങും ഇതൊക്കെ ആയിട്ടങ്ങ് നടക്കും. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ടാറ്റ, ബൈ ഗൈസ്.